Hello friends! ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇറങ്ങിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. പാലട സൺഡേ. വളരെ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ, കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പാലട സൺഡേ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ 1 ലിറ്റർ പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാലടൻ്റെ മിക്സില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പാലടൻ്റെ മിക്സ് ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പാലട ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര പെട്ടെന്ന് പണി കഴിയും അത്ര ഇഷ്ടമുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് ഞാൻ പാലടൻ്റെ മിക്സ് ചേർത്തത്. അത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ലോണം കുറുക്കിയെടുത്താൽ നമ്മൾ അടിപൊളി പാലടത്തിലേക്ക് റെഡിയായി കിട്ടും. ഇതിലേക്ക് വേറെ മധുരങ്ങളോ അല്ലെങ്കിൽ വേറെ അണ്ടിപ്പരിപ്പോ മുന്തിരി നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കേണ്ട ആവശ്യം തന്നെയല്ല. നല്ല മധുരത്തിൽ തന്നെ നമുക്ക് നല്ല കുറുകിയിട്ട് പാലട കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ലോണം പൊന്തി വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലാത്ത സമയത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെ നമുക്ക് തീ കൂട്ടിയിട്ടും കുറച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്താൽ പാലൊക്കെ നല്ല കുറുന്നനായിട്ട് വരും കേട്ടോ. ഈ സമയമൊക്കെ ആകുമ്പോൾ പാലട നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും. കണ്ടേക്കാൻ സ്പൂണിലെടുത്ത് നോക്കുകയാണെങ്കിൽ പാലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും, പക്ഷെ പാല് കുറുന്നനായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പാലൊന്ന് കുറുന്നനാവാനും വേണ്ടിയിട്ട് നമുക്കൊരു സമയം എടുത്തിട്ട് നമ്മൾക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പാലൊക്കെ അത്യാവശ്യം നല്ലോണം കുറുന്നനായിട്ട് വന്നിക്കണേ. ആ സമയം നമ്മളിതൊന്ന് ഇറക്കി വെക്കണം. ഇറക്കി ഒന്ന് ചൂടാകുമ്പോൾ ഒന്നും കൂടി കുറുന്നനാവും കേട്ടോ. ഒന്ന് ചൂടാറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കണം. അപ്പോഴേ നമ്മളെ പാലട സണ്ടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തുപ്പേരിയും അതേപോലെ തന്നെ ശർക്കര ഉപ്പേരിയും അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കണം. നല്ലോണം പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കും വേണ്ട, ഒന്നും കൂടെ ചതച്ചെടുക്കുക. ആ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളൊന്ന് ചെറുതാവാനും വേണ്ടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക. അപ്പം നമ്മളെ പാലടയൊക്കെ നല്ലോണം തണുത്തിക്കണേ. ഇനി ആദ്യം നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലട ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലോണം ചേർത്ത് കൊടുക്കാണ്ട് ഒരു കയ്യിൽ 1-1.5 കയ്യിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ വെനിലേൻ്റെ ഫ്ലേവറാണ് എടുത്തുക്കുന്നത്. സ്ട്രോബെറി ഒക്കെ ഇതിലേക്ക് അത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വെനിലേൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി കൂടുതലൊക്കെ ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം എത്രയാണ് നിങ്ങൾക്ക് ഐസ്ക്രീം വേണ്ടത് അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അതിന് പൊടിച്ച് വെച്ച വറുത്തുപ്പേരി അതേപോലെ തന്നെ ശർക്കര ഉപ്പേരിയും കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ മാറി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി പാലട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലട സൺഡേ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണല്ലോ പാലട. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പാലടയും കൂടി ഒന്നും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറേ ഐസ്ക്രീം ഒന്നും ചേർക്കേണ്ട, കുറച്ച് ഐസ്ക്രീം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഇടയ്ക്കിടുന്ന ചിപ്സും അതേപോലെ വറുത്തുപ്പേരിയൊക്കെ നിങ്ങൾക്ക് തോനമാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. പാലടൻ്റെ ഫ്ലേവർ പറ്റണ്ട് കുറക്കണ രീതിയിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട. ഇനി അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഐസ്ക്രീം ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ പാലട സൺഡേ ഇവിടെ റെഡി ആക്കുന്നത്. വളരെ സിമ്പിളല്ല ഉണ്ടാക്കാൻ, പക്ഷേ കഴിക്കാതെ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ എല്ലാവർക്കും കൊതി തീരോളം കുടിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.